സിംഹങ്ങളുടെ പേരുമാറ്റ വിവാദത്തിൽ പുതിയ പേരുമായി പശ്ചിമ ബംഗാൾ സർക്കാർ. അക്ബറിന് സൂരജ് എന്നും സീതയ്ക്ക് തനായ എന്നുമാണ് പേര് നൽകിയിരിക്കുന്നത്. തുടർന്ന് കേന്ദ്ര മൃഗശാല അതോറിറ്റിക്ക് പശ്ചിമ ബംഗാൾ സർക്കാർ പേരുകൾ കൈമാറി. കേന്ദ്ര മൃഗശാല അതോറിറ്റി ശുപാർശ അംഗീകരിച്ചാൽ അക്ബർ സിംഹം സൂരജ് എന്നും സീത തനായ എന്നുമാകും അറിയപ്പെടുക. ഈ സിംഹങ്ങൾ ജന്മം നൽകുന്ന സിംഹക്കുട്ടികളുടെ രക്ഷിതാക്കളുടെ സ്ഥാനത്ത് ഈ പേരുകളാകും രേഖപ്പെടുത്തുക. പശ്ചിമ ബംഗാളിലെ സിലിഗുരി സഫാരി പാർക്കിലെ സിംഹങ്ങൾക്ക് അക്ബർ സീത എന്ന് പേരിട്ടത് വിവാദമായിരുന്നു. അക്ബറിനെ സീത എന്ന സിംഹത്തോടൊപ്പം താമസിപ്പിക്കാനുള്ള വനംവകുപ്പ് നീക്കത്തിനെതിരെ തീവ്ര ഹിന്ദു സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്തെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് സംസ്ഥാന വനം വകുപ്പിനെയും സഫാരി പാർക്ക് അധികൃതരെയും എതിർ കക്ഷികളാക്കി കൽക്കട്ട ഹൈക്കോടതിയുടെ ജൽപായ്ഗുരിയിലെ സർക്യൂട്ട് ബെഞ്ചിൽ ഹർജി സമർപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് കൽക്കട്ട ഹൈക്കോടതി വിവാദത്തിൽ ഇടപെടുകയായിരുന്നു. സിംഹത്തിന് സീത എന്ന് പേരിടുന്നതിൽ എന്താണ് കുഴപ്പമെന്നും എവിടെയാണ് മൗലികാവകാശം ലംഘിക്കപ്പെട്ടതെന്നും ഹൈക്കോടതിയിലെ സിലിഗുരിയിലെ സിംഗിൾ ബെഞ്ച് ചോദിച്ചു. VHP നൽകിയ കേസ് പരിഗണിച്ച ജസ്റ്റിസ് സഗൗദ ഭട്ടാചാര്യയാണ് ചോദ്യമുയർത്തിയത്. സീതാദേവിയുടെ പേര് നൽകിയതിലാണ് പരാതിയെന്ന് VHP പറഞ്ഞപ്പോൾ ഹിന്ദു വിശ്വാസപ്രകാരം മൃഗങ്ങളും ദൈവമല്ലേ എന്നും ദുർഗാദേവിയുടെ ചിത്രം സിംഹമില്ലാതെ ചിന്തിക്കാനാകുമോ എന്നും ബെഞ്ച് ചോദിച്ചു. സിംഹങ്ങൾക്ക് അക്ബർ സീത എന്ന് പേരിട്ടത് ശരിയായില്ലെന്നും കോടതി പറഞ്ഞു. വിവാദങ്ങൾ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും സിംഹങ്ങൾക്ക് മറ്റേതെങ്കിലും പേര് നൽകണമെന്നും കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. മൃഗങ്ങൾക്ക് ദൈവത്തിന്റെ പേരാണോ ഇടുന്നതെന്നും സിംഹങ്ങൾക്ക് ദേശീയ നായകന്മാരുടെ പേര് നൽകുമോ എന്നും കോടതി ചോദിച്ചിരുന്നു. എന്നാൽ സിംഹങ്ങൾക്ക് ഈ പേരുകൾ നൽകിയത് ത്രിപുരയാണെന്നായിരുന്നു ബംഗാൾ സർക്കാരിന്റെ വാദം. അതേസമയം സിംഹങ്ങൾക്ക് പേര് നൽകിയിട്ടുണ്ടോ എന്ന് വെസ്റ്റ് ബംഗാൾ സർക്കാരിനോട് കോടതി ചോദിച്ചു. ഇക്കാര്യം വ്യക്തമാക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഹർജി നിലനിൽക്കില്ലെന്നും തള്ളിക്കളയണമെന്നും വെസ്റ്റ് ബംഗാൾ സർക്കാർ അഭിഭാഷകൻ പറഞ്ഞു. അതിനിടെ സിംഹങ്ങൾക്ക് അക്ബർ സീത എന്ന് പേരിട്ട ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരുന്നു. പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ പ്രബിൽ ലാൽ അഗർവാളിനെതിരെയാണ് ത്രിപുര സർക്കാർ നടപടിയെടുത്തത്. മതവികാരം വ്രണപ്പെടുത്തുന്നുവെന്ന് കാണിച്ച് VHP കൽക്കട്ട ഹൈക്കോടതിയിൽ നൽകിയ പരാതിയെ തുടർന്നാണ് സിംഹങ്ങൾക്ക് പേരിട്ട ഉദ്യോഗസ്ഥനെതിരെ ത്രിപുര സർക്കാർ നടപടിയെടുത്തത്. 1994 ബാച്ച് IFS ഉദ്യോഗസ്ഥനായ അഗർവാൾ ത്രിപുരയുടെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു. ഫെബ്രുവരി 13-ന് ത്രിപുരയിലെ സെബാഹിജാല സുവോളജിക്കൽ പാർക്കിൽ നിന്നാണ് 2 സിംഹങ്ങളെയും കൊണ്ടുവന്നത്. ഇവരുടെ പേര് നേരത്തെ തന്നെ സീതയും അക്ബറും ആയിരുന്നുവെന്നും തങ്ങളത് മാറ്റിയിട്ടില്ലെന്നുമായിരുന്നു വനം വകുപ്പ് അധികൃതരുടെ വാദം. സീതയ്ക്ക് 5.5 വയസ്സും അക്ബറിന് 7 വയസ്സും 8 മാസവുമാണ് പ്രായം. ഇവ രണ്ടും സെബാഹിജാല സുവോളജിക്കൽ പാർക്കിലാണ് ജനിച്ചു വളർന്നത്. രണ്ടുപേരും ഒരേ ചുറ്റുപാടിൽ കഴിഞ്ഞതിനാലാണ് ഇവിടേക്ക് ഒരുമിച്ച് കൊണ്ടുവന്നത്.